ഹലോ ഗായ്സ്, ടെസാച്ചറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെയർ സ്പാ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഹെയർ സ്പാ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഹെയർ സ്പാ ചെയ്യാനായിട്ട് അടുത്തുള്ള ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ സ്പാ ചെയ്യുന്നതിന് മുന്നേ ഉള്ള. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം. കട വരുന്നത് അഞ്ചൽ കോട്ടുകൽ ഭാഗത്താണ്. കവീസ് മേക്കപ്പ് സ്റ്റുഡിയോ എന്നാണ് കടയുടെ പേര്. അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീട്ടിലൂടെ കാണാം. അങ്ങനെ ഹെയർ സ്പാ ചെയ്യാനായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഓണർ എന്ന് പറയുന്ന കവിത ചേച്ചിയാണ്. അപ്പൊ ഇത് കറക്റ്റ് എവിടാ ലൊക്കേഷൻ എന്നുള്ളത് നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. അത് വ്യൂവേഴ്സിന് വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് കൊല്ലം ജില്ലയിൽ കോട്ടുകൽ സ്ഥലത്തിലാണ് ഈ പാർലർ ഉള്ളത്. അപ്പോ പാർലറിന്റെ പേര് കവീസ് മേക്കപ്പ് സ്റ്റുഡിയോ. ഓക്കെ. പിന്നെ മോക്ക് സ്പാ വേണോന്ന് പറഞ്ഞു. എന്ത് റീസണ് സ്പാ ചെയ്യാനുള്ളത്? അത് കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഈ ചൂടൊക്കെ ആയപ്പോഴത്തേക്ക് മുടി കെയർ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ടുള്ള ഹെയർ ലോസ് ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് അതനുസരിച്ച് ഹെയർ ഫോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് വിത്ത് നമ്മള് കോൺസെൻട്രേറ്റ് എല്ലാം ചേർത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അത് ചെയ്യാം. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹെയർ ഫോളിലൊന്നും കുറയും. ഇപ്പൊ ഡാൻഡ്രഫ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതങ്ങ് സോൾവ് ആവും. പക്ഷെ ഇത് ഒരു മാസം അല്ല, ഒരു മാസം മാത്രമല്ല, ഒരു സ്ഥിരമായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം അങ്ങ് എടുത്താൽ നിനക്ക് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഒരു വട്ടം ചെയ്ത് പോയിട്ട് കാര്യമില്ല, അത് റുട്ടീൻ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ചെയ്താൽ നിനക്ക് നന്നായിട്ട് ഒരു അതിന്റെ ചേഞ്ചസ് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളെ സ്കാൽപ്പ് ഇപ്പൊ ഓരോ സ്കാൽപ്പ് ഇപ്പൊ നിന്റെ സ്കാൽപ്പ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് സ്കാൽപ്പിനെ ഡ്രൈ ആണോ ഓയിലി ആണോ അങ്ങനെ ഹെയർ സ്പാ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് നല്ല രീതിയിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്കാൽപ്പ് ചെക്ക് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് അറിയാനായിട്ട് സാധിച്ചത് എൻ്റെ ഓയിലി സ്കാൽപ്പാണ് വരുന്നത്. അതായത് ഒരു 80% ഓയിലിയും 20% കോമ്പിനേഷനുമാണ് വരുന്നത്. അപ്പം ഓയിലി സ്കാൽപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫേസിൽ പിമ്പിൾസ് വരുന്നതിൻ്റെ ഇഷ്യൂസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്പാ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഓയിലി സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കാൽപ്പ് ഡ്രൈ ആയാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഹെയർ സ്പായുടെ പ്രൊസീജിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് വട്ടം ഹെയർ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 to 3 ടൈംസോളം ഷാംപൂ വാഷ് ചെയ്ത് ആ ഒരു ഓയിൽ കണ്ടൻറ്റ് ഫുള്ള് പോയതിന് ശേഷം മാത്രമാണ് സ്പായിലേക്കുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഹെയർ ആസ് യൂഷ്വൽ സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് സ്പായുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പാ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പാ ക്രീമിൻ്റെ കൂടെ കോൺസെൻട്രേറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷാംപൂ വാഷോ അല്ലെങ്കിൽ സ്പാ ക്രീം അപ്ലൈ ചെയ്യുന്നതല്ല. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് വന്നത് മസാജിങ് ആയിരുന്നു. കാര്യം മസാജിങ് ഞാൻ ഇതുവരെ ഹെയർ സ്പാ ചെയ്തതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സർവീസ് ഇവിടുത്തെ തന്നെയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മസാജിങ് ഏകദേശം ഒരു 20-25 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു. നല്ല രീതിയിലാണ് ഹെഡ് മസാജ് ചെയ്തത്. ഹെഡ് മസാജ് മാത്രമല്ലായിരുന്നു, ലിംഫാറ്റിക് നോട്ട്സിൻ്റെ മസാജും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നല്ല രീതിയിൽ നമ്മളെ ഹെഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഈ ഒരു മസാജ് ചെയ്യുന്ന സമയത്ത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ഇങ്ങനെ നിങ്ങൾ ഹെയർ സ്പാ ഇപ്പം എൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ ഫോൾ കുറയണം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് 3 മാസമെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്കത് അറിയാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തവണ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത്. നമ്മുടെ ആ ഒരു സർവീസിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഇഷ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ഹെയർ ഫോൾ ഇഷ്യൂ ആണെങ്കിലും അത് കറക്റ്റായിട്ട് തന്നെ റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഹെയർ സ്പാ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത ഒരു ലുക്കാണ് വരിക. മുടി സ്ട്രെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്മൂത്തൻ ചെയ്തൊരു ലുക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ഒരു ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ എത്ര നാൾ അങ്ങനെ നിൽക്കും എന്നുള്ളത്. ആക്ച്വലി അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യത്തില്ല. കാര്യം നമ്മൾ നെക്സ്റ്റ് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അത് പോകും. കാരണം ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മളെ ഹെയർ ആ ഒരു രീതിയിലേക്ക് വരിക. അപ്പം ആ ഒരു ബ്ലോ ഡ്രൈ ചെയ്യുന്നതിൻ്റെ എഫക്റ്റിലാണ് നമ്മളെ മുടി ഏകദേശം സ്മൂത്തനിങ് ആയിട്ടുള്ള
ഒരു എഫക്റ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എൻ്റെ ആ ഒരു ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള ഹെയർ ഇരിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഹെയർ സ്പാ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മസാജിങ് പ്രൊസീജിയറാണ്. നല്ല രീതിയിലുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ ഹെഡിൽ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അഞ്ചൽ ഭാഗത്ത് വരുവാണെങ്കിൽ ഈ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ വൺ ടൈം ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇവിടെ തന്നെ വന്ന് ചെയ്യും. കാരണം അത്രയ്ക്ക് അടിപൊളി സർവീസാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ സ്പാ വ്ളോഗ്. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.